Hi all, Assalamu alaikum warahmatullahi wabarakatuh. Welcome back to our channel. ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുക ഈ ഒരു സംഭവം രക്തസാക്ഷി എനിക്കറിയില്ല. അപ്പോൾ ഇന്നതേ ഞാൻ എൻ്റെ സാധന സാമഗ്രികളൊക്കെ എടുത്തിട്ട് കിച്ചണിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ചിലർ പറഞ്ഞു ടൈം പറയണം കേട്ടോ, കിച്ചണിലേക്ക് കയറുമ്പോൾ എത്ര സമയം എന്ത് ചെയ്തെന്നുള്ളത്. ഇന്ന് നല്ലോണം ലേറ്റാണ്, 6:55 വേറൊന്നും കൊണ്ടല്ല, ഞാൻ റെഡിയായി ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഇച്ചിരി വേപ്പി ടൈങ് ടൈങ് ഇങ്ങനെ നല്ല ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു എന്നെ കാണാണ്ടായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവളുടെ അടുത്ത് പോയി കിടന്നു. അതിന് ശേഷമാണ് ഇന്ന്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കുക്കിങ്ങിൻ്റെ സ്റ്റൈലും റെസിപ്പീസൊക്കെ മാറും. പിന്നെ ഈ ഒരു സാധനം കാണിച്ചു തന്നില്ലല്ലോ, എൻ്റെ ആപ്പിൾ വാച്ചാണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച് വാങ്ങിയതല്ല, കുറച്ച് മാത്രമേ ഉള്ളൂ ഇത് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് അപ്പോഴേക്കും കിട്ടി. മൈ സ്പെഷ്യൽ വൺ. അപ്പം പിന്നെ ഈ ഒരു സംഭവം ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ നമ്മുടെ ട്രസ്റ്റിൻ്റെ ഓഫീസിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണിത്. ഇത് വന്നിട്ട് വിവാഹ വസ്ത്രമാണ്. ഞാൻ പോയി വാങ്ങിയതാണ് കേട്ടോ. ഞാൻ ആരത്തും പോയി നേരിട്ട് വാങ്ങാറില്ല. ഇനി ആരെങ്കിലും ഇത്താ നേരിട്ട് വരുമെന്ന് ചോദിക്കരുത്. ഇതെൻ്റെ നാത്തൂൻ്റെ ആണ്, അവളുടെ മൈലാഞ്ചിക്ക് ഇട്ട ഡ്രസ്സാണ്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഡ്രസ്സുകൾ നമ്മുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഇടാനും വേണ്ടിയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതേ കുറച്ച് സാരി, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നല്ല നല്ല ഐറ്റംസാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ചിലർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്, കിച്ചണിൽ കയറുന്നത് പറഞ്ഞിട്ട്. എനിക്ക് ആക്ച്വലി ഇതെൻ്റെ ജോലിയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എൻ്റെ ഒരു 2 hours കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഇന്നത്തെ എൻ്റെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന ഈ ഒരു സമയത്തിലല്ല, ഒരു 4:45 ആ ഒരു സമയത്താണ് എൻ്റെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം കുളിച്ച് അതിന് മുമ്പ് ഇത് പറയാം. ഇത് കുറച്ച് ഡ്രസ്സസ്സാണ് എനിക്ക് അൺബോക്സ് ചെയ്ത് റിവ്യൂ പറയാനുള്ള കുറച്ച് ഡ്രസ്സസ് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ഇങ്ങനത്തെ കുറേ പണികൾക്ക് ശേഷമാണ് നമ്മുടെ കിച്ചണിലുള്ള ബാക്കിയുള്ള പണികൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. നേരെ നമുക്ക് കിച്ചണിലേക്ക് പോവാം. 6:57 ഇന്നത്തേക്ക് എനിക്ക് എന്തായാലും നല്ല പണിയാണ്. അമ്മ പാവല്ല, അമ്മയ്ക്ക് പട്ടിണി പോകേണ്ടി വരും. കിടന്നു. സൂപ്പർ. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ആളെണീക്കുന്നത്. ഞാൻ പോയിട്ട് അടുത്ത് പോയി ഉറങ്ങണ പോലെ അഭിനയിച്ചൊക്കെ നോക്കിയിട്ടാണ് എന്നിട്ട് വന്നത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് ഇപ്പോൾ വരാം, എന്നിട്ട് നമുക്ക് കിച്ചണിലേക്ക് വരാം. അപ്പോൾ അടുത്ത നമ്മുടെ പരിപാടി, ഞാൻ നേരത്തെ തന്നെ എണീറ്റ്. ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം 5 മണിക്ക് ഇത്രയും ലേറ്റ് ഉണ്ടാവില്ലല്ലോ എന്ന്. പുറത്തത്തെ ലേറ്റ് വെളിച്ചം കണ്ടിട്ട് പറഞ്ഞാണ് 5 മണിക്കല്ല ഞാൻ കിച്ചണിലേക്ക് വരുമ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഈ ഒരു സമയമല്ല, 6 മണിയൊക്കെ ആവലുണ്ട്. അതിനു മുമ്പ് സാധനങ്ങൾ എനിക്കിന്ന് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കാനുള്ളതൊക്കെ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. അതായത് ഫുള്ളായിട്ടുള്ള നമ്മുടെ ആ ഒരു ഡേ നിങ്ങൾ കാണുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് ആ സമയങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്യാനും പറ്റാറില്ല. പിന്നെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇന്നലത്തെ അല്ലെങ്കിൽ 2 ദിവസം മുമ്പത്തെ എൻ്റെ ഒരു ബ്ലാക്ക് ചുരിദാർ ഞാൻ ഇട്ടത് നിങ്ങളെ ഇത്ര അധികം ഹേർട്ട് ചെയ്യും, നിങ്ങളെ വേദനിപ്പിക്കും എന്ന് ഞാൻ കരുതിയിട്ടതൊന്നുമല്ല. അത് കോളേജിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് രൂപവും ഭാവവും മാറ്റാനും വേണ്ടി ഇട്ടതൊന്നുമല്ല. ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇട്ടൊരു ഡ്രസ്സാണ്. ഒബ്വിയസ്ലി നമ്മളൊരു പുതിയൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഭയങ്കര മാറ്റം വന്നു, നിങ്ങൾ അങ്ങനെ മാറി ഇങ്ങനെ മാറി എന്നൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ ഓൾറെഡി നമ്മൾ ഇട്ടൊരു ഡ്രസ്സായിരുന്നു. പക്ഷെ അത് നിങ്ങൾ ഇത്രത്തോളം ഹേർട്ട് ചെയ്യും എന്ന് ഞാൻ കരുതിയില്ല സുഹൃത്തുക്കളെ. അതെൻ്റെ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ വൈകിയിരിക്കുന്നു. അതേതായാലും അങ്ങനെ പോട്ടെ. പിന്നെന്താ, അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ എന്താ വിചാരിക്കണമെന്നറിയോ, പനീർ പൊരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് വന്നിട്ട് ഒരു Q&A പോലെ കഴിഞ്ഞ വീഡിയോയിൽ വന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതും ഈ കുക്കിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ ആൻസർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാനിടാം, സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്, പിന്നെ പനീർ പൊരിച്ചത്, അങ്ങനെ കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് ഫുഡൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ കുറേ കമൻസ് കാണുമ്പോൾ ഒരു കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. ഒരു കമൻറ്റല്ല, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനോട് ആളുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക്
അറിയാം എന്നെ ഹെൽപ്പ് ചെയ്യാനൊരു താത്ത ഉണ്ട് എന്നുള്ളത് അറിയാം. പക്ഷേ ഈ ഒരു 5 മണിക്ക് എണിച്ച് ഹെൽപ്പ് ചെയ്യാൻ വരാൻ മാത്രം ആത്മാർത്ഥതയും സാക്രിഫൈസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടാവും. സോ എൻ്റെ പണികൾ കഴിഞ്ഞിട്ടാണ് താത്ത വരുന്നത് കേട്ടോ, ക്ലീനിങ് മറ്റേത് അങ്ങനത്തെ കുറേ കാര്യത്തിന്. ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വിചിത്രമായിട്ടുള്ള ഒരു കമൻറ്റ് ഞാൻ കണ്ടത്. ഒരു ലേഡി, അവർക്ക് ചാനലുണ്ട്, സ്റ്റാർട്ടിങ് ഐ തിങ്ക് ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവരെന്തുദ്ദേശത്തിലാണ് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടത് എന്നുള്ളത് നമുക്ക് കോമൺ സെൻസുള്ള ഭക്ഷണം അരിയാഹാരം കഴിക്കുന്നവർക്ക് വായിച്ചാലും മനസ്സിലാവും. കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് അറിയോ, ഈ സംഭവങ്ങളൊക്കെ തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കും. നമുക്ക് ഒരു വിയേർഡായിട്ട് തോന്നുന്ന കമൻസൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ സംബന്ധിച്ചാൽ ഇന്നലെ ഞാൻ ഇവരുടെ വീട്ടിലേക്ക് പോയിരുന്നു. അതായത് ആ ലേഡി ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു. ആ സമയത്ത് അവിടെ സാരി ഉടുത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നിട്ട് നോക്കിക്കോ, അതായത് അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പണികൾ ഞാനൊന്നും ചെയ്യുന്നില്ല, കാരണം എനിക്കിപ്പോൾ സപ്പോർട്ടായിട്ട് ഒരുപാട് നല്ല ആൾക്കാർ നല്ല നല്ല കമൻസ് ഇടുന്നു, നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ ഹാർഡ് വർക്കിനെ അത്രയും അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ജനങ്ങളുടെ മുന്നിൽ എന്തൊക്കെയോ അറിയിക്കാനുള്ള ഒരു തന്ത്രപ്പാട്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് തോന്നാനും പാടില്ല എന്ന രീതിക്കാണ് ഇവർ ഈ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അതായത് അവിടെ ഒരു സാരി ഉടുത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. എന്നിട്ടൊരു പോസിറ്റിവിറ്റി അതിലേക്ക് കൊണ്ടുവന്നിരിക്കുക. സിലു ഒരുപാട് കഷ്ടപ്പെട്ടതായതുകൊണ്ടല്ലോ ഒരു സെർവൻറ്റിനെയൊക്കെ വെക്കാൻ പറ്റിയത് എന്നുള്ളത്. ഈ ലേഡിയെ ഞാൻ നോട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, കുറേ മുമ്പും ഇതിനേക്കാളും മോശമായിട്ടുള്ള രീതിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം അതിന് മുമ്പൊക്കെ നമ്മളെ ഭയങ്കര പ്ലീസ് ചെയ്ത പോലെ കമൻറ്റ് ഇട്ടിട്ട് പിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള കമൻസൊക്കെ ഇടുമായിരുന്നു. കാരണം അവരുടെ ചാനലിലേക്ക് ആൾക്കാർ പോട്ടെ കാണട്ടെ എന്നുള്ളതിലായിരിക്കും. അതൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷേ ഇങ്ങനെ ഇതിലെന്താ സംഭവിച്ചാൽ, എൻ്റെ വീട്ടിൽ അങ്ങനെ ആരും വന്നിട്ടില്ല, വരാൻ പറ്റില്ല. അവരെന്തിനും ഇത്രയും വലിയ കള്ളം പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ സാരി എടുത്ത, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ താത്ത ഉണ്ട് എന്നുള്ളത്. പക്ഷെ എന്തൊക്കെയോ ആൾക്കാരെ അറിയിക്കണം, ഇവളൊന്നും ചെയ്യുന്നില്ല, ഇവളെ ആരും നല്ലത് പറയണ്ട എന്നുദ്ദേശിച്ചിട്ട് ആ ലേഡി എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും വലിയ എന്നാണ് പറയുന്നത്. ഞാൻ ഷോക്കായിപ്പോയി. എൻ്റെ വീട്ടിലേക്ക് വരിക, ഇവിടെ ആണെങ്കിൽ സാരി എടുത്ത ആരും ഇല്ല, താത്ത മാക്സിയാണ് ഇടുക, പറത്തിട്ടിട്ടാണ് വരിക, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. അപ്പം അങ്ങനെയും കുറേ ആൾക്കാരുണ്ട്. അല്ലെങ്കിലും സമൂഹം അങ്ങനെയാണ്. ഒരാൾ നല്ലത് പറയാൻ പോലും നല്ലൊരു മനസ്സ് വേണം. പക്ഷേ മറ്റൊരാൾ നല്ലത് പറയുന്നത് കാണുന്നത് പോലും സഹിക്കാൻ പറ്റാതെ ഇത്രയും വിറലി പൂളുന്ന ആൾക്കാർ അപൂർവമായിട്ടേ ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 പവൻ മോഷണം പോയിട്ടുണ്ട് ഇന്നലെ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഈ സ്ക്രീൻഷോട്ട് വെച്ച് കംപ്ലയിൻറ്റ് കൊടുക്കുക, നിങ്ങളാണല്ലേ വന്നത്, നിങ്ങളാണല്ലോ എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പം അത് ഞാൻ മറ്റു കുറേ ആൾക്കാർ ചോദിക്കുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാണ്, സീരിയസ് ആക്കി എടുത്തോന്ന്. പക്ഷെ ഞാൻ അവരുടെ ചാനലൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, വെറുതെ എന്തിനാണ് അവർ ആഗ്രഹിക്കുന്നത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമല്ലേ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരെങ്കിലും ഒരു നല്ല വാക്കോ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വെറുതെ ഒരാൾക്ക് കിട്ടുന്നൊരു സംഭവമാണെന്ന് വിശ്വസിക്കുന്നില്ല. ഈ ഒരു 5-6 വർഷമായിട്ട് ഉറക്കവും ഇല്ലാതെ ഞാൻ പിന്നെ ഇപ്പോഴത്തെ ഈ കാണുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ വെക്കാനും എനിക്കിപ്പോൾ പഠിക്കാനാണെങ്കിലും ഒക്കെ ഞാൻ ഒരുപാട് ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതിനൊരു തെളിവാണ് ദേ ഈ ഒരു സംഭവം. ഇതും കൊണ്ടാണ് ഇപ്പോൾ നടക്കേണ്ടത്. കാരണം എൻ്റെ ഹാർഡ് വർക്കിനുള്ള രക്തസാക്ഷിയാണ് എൻ്റെ കണ്ണ്. എൻ്റെ കണ്ണിന് പ്രോബ്ലം ഉള്ളത് നിങ്ങൾക്ക് അറിയാം. അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടൊന്നുമില്ല. ഇപ്പോൾ കുറേ പേര് പറയും അത് നീ മേക്കപ്പ് ചെയ്തിട്ടാണ് കൺമഷിട്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെയല്ല, ഉറങ്ങാതെ സ്ട്രെസ്ഫുള്ളായിട്ട് കണ്ണ് ഭയങ്കര ഹീറ്റായിട്ട് ഓവർ ഹീറ്റായിട്ട് കണ്ണിനൊരു തണുപ്പൊക്കെ വേണ്ടേ, നമുക്ക് ഉറങ്ങണ്ടേ, അതില്ലാത്തത് കൊണ്ട് 5-6 വർഷമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഉറക്കമില്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് നഷ്ടപ്പെട്ടെന്നും അറിയില്ല, ഞാൻ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കണ്ണിനുള്ള ഡീഹൈഡ്രേഷൻ ആയതുകൊണ്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സംഭവം കൊണ്ട് നടക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇറ്റിക്കണം. അതെപ്പോഴും വീക്കം തുടങ്ങിയിട്ടുണ്ട്, നല്ല പെയിൻ ഉണ്ട്. അപ്പം എന്തിനാണോ മറ്റുള്ളവർക്ക് ആരെങ്കിലും ഒരു നല്ല കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത്, ഇത്രയും വിഷമം വരുന്നത് എനിക്കറിയുന്നില്ല. ഒന്നല്ലെങ്കിലും നമ്മൾ ചെയ്ത ഹാർഡ് വർക്കിന് വേണ്ടിയിട്ടല്ലേ 4 പേര് നല്ലത് പറയുന്നത്. അത് മോശമല്ല അങ്ങനത്തെ ഒരു സ്വഭാവം.
നമുക്കിപ്പോൾ എന്തെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തണം ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ വിചാരിച്ചിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല. ഇപ്പോൾ ഈ കോളേജിലേക്ക് പോണതാണെങ്കിലും ഇപ്പം എൻ്റെ മക്കൾ വീട്ടിലെങ്ങനെയാണോ ഒറ്റയ്ക്ക് അങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോളെ നോക്കാൻ ആളുണ്ട്, പക്ഷേ ചില സമയങ്ങളിൽ ഒരു ലീവായിരിക്കും. ആ സമയത്ത് എൻ്റെ അമ്മയാണ് നോക്കുന്നത്. അമ്മക്കും ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഫുൾ ആൻഡ് ഫുള്ളി ഞാൻ ഒരാളെ ആശ്രയിച്ചു കൊണ്ടല്ല ഇതിലേക്ക് ഇറങ്ങിയത്. 8-9 മാസമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ക്ലാസ്സിലേക്ക് പോകുന്നത്. അതിന് ഞാൻ ഒരുപാട് പൈസയും ചിലവാക്കുന്നുണ്ട്. അത് വെറുതെ ആവില്ലല്ലോ. അപ്പോൾ അത് ഫുള്ളും പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് ആഗ്രഹിച്ച ഉടനെ നാളെ തന്നെ അത് നടക്കണം എന്ന് പറഞ്ഞത് ഒരിക്കലും ആർക്കും പോസിബിൾ അല്ല. ഫസ്റ്റ് അതിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത്. അതാണിപ്പോൾ ഞാൻ ചെയ്തു വന്നിട്ടുള്ളത്. അപ്പം അതിന് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഇഷ്ടപ്പെടായിക കാണിച്ചിട്ടും ഇടങ്ങറ് കാണിച്ചിട്ടും ഒന്നും കാര്യമില്ല. ഒരാളുടെ എത്രയോ കാലത്തെ അധ്വാനത്തിൻ്റെ ഫലമായിരിക്കാം ആ ഒരു റിസൾട്ട് എന്നുള്ളത്. ആ റിസൾട്ട് കണ്ടിട്ട് നമ്മൾ അസൂയപ്പെടാനോ അല്ലെങ്കിൽ കുശുമ്പ് കാണിക്കാനോ നിന്നാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. പണ്ട് കാലങ്ങളിലുണ്ടല്ലോ, കുറച്ച് മുമ്പ് വരെ തനിക്കൊരാളോട് അസൂയുണ്ട് അല്ലെങ്കിൽ അവർ നന്നാവണത് ഇഷ്ടമല്ല, അവരെ 4 പേര് നല്ലത് പറയുന്നത് ഇഷ്ടമല്ല എന്ന് പുറത്ത് കാണിക്കാൻ മടിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പം ഉണ്ടല്ലോ, ആയിരക്കണക്കിൽ അല്ലെങ്കിൽ ലക്ഷക്കണക്കിൽ ആൾക്കാർ കാണുക അവരുടെ ആ ഒരു പ്രയാസം അവർ കമൻറ്റിലൂടെ ഓപ്പണായിട്ട് അറിയിക്കുന്നു. കാലം പോയൊരു പോക്ക് കണ്ടില്ലേ. പിന്നെ അതുപോലെ ഞാനിങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ട് കിച്ചൺ നിൽക്കുമ്പോൾ ചിലർക്ക് ഛർദ്ദിക്കാൻ വരും, മീൻസ് സ്മെല്ലടിക്കണമുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ ആക്ച്വലി എനിക്ക് അതിൻ്റെ പുറത്ത് കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ ഇവിടുത്തെ സിറ്റുവേഷൻസ് കാര്യങ്ങൾ എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ 4:45-4:30 ആകുമ്പോൾ എണീറ്റ ഉടനെ തന്നെ എനിക്കൊരിക്കലും കിച്ചണിൽ കയറി ഡ്രസ്സ് ചെയ്യാതെ അല്ലെങ്കിൽ ഫ്രഷ് ആവാതെ കിച്ചണിൽ കയറിയിട്ട് കുക്ക് ചെയ്യാനായിട്ട് പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫുഡ് നമ്മൾ കഴിക്കുന്നത് 1 മണിക്ക് ശേഷമാണ്. അത് നാശമായി പോവും. ഞാൻ എണീച്ചതിന് ശേഷമുള്ള ആ 1.5 മണിക്കൂർ എനിക്ക് അപ്പോഴേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് റെഡി ആവാൻ. അതിനുശേഷം എനിക്ക് എന്തെങ്കിലും വീഡിയോസ് എടുക്കാനുണ്ടെങ്കിൽ എടുക്കാൻ. മിക്ക സമയത്തും മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ വീഡിയോ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യേണ്ടി വരും. മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ വീഡിയോസ് വരുന്ന സമയത്ത് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യൂല. അല്ലാതെ നിങ്ങളുടെ പ്രോഡക്ട്സ് മാത്രം കാണിച്ചോളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ, അതെൻ്റെ ജോലിയല്ലേ. പിന്നെ ഞാനും പഠിച്ചവനും ആയിട്ടുള്ള കാര്യം അത് ഞങ്ങൾ 2 പേരും ആയിക്കോളാം. ഇതിൽ ഫുള്ളും ആൾക്കാർക്ക് പ്രയാസങ്ങളും വിഷമങ്ങളാണ് പറയുന്നത്. ഞാൻ ആരെങ്കിലും പേഴ്സണലായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ എന്തെങ്കിലും ഒരു കാര്യം, എൻ്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സിങ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അത് ഓക്കെ. പക്ഷെ അതല്ലാതെ ബാക്കിയുള്ള എൻ്റെ കാര്യങ്ങൾ എനിക്കറിയില്ല എങ്ങനെ പറയണമെന്നുള്ളത്. ഒരാളെ പ്ലീസ് ചെയ്തുകൊണ്ട് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ലൈഫ് ലോങ് നമുക്ക് ഒരിക്കലും ജീവിക്കാനായിട്ട് പറ്റൂല. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള രീതികളൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു 2 മണിക്കൂർ എനിക്ക് ഇങ്ങനെയുള്ള എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് വരുന്നത്. അതേസമയം ഫസ്റ്റ് കുക്ക് ചെയ്ത് പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പോയി കുളിച്ച് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമയം ഉണ്ടാവില്ല. പിന്നെ ഒന്നെന്ന് പറയുമ്പോൾ ഒരു 1000 പേര് അല്ലെങ്കിൽ ഒരു 100 പേരുടെ മുന്നിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാക്സിയോ അല്ലെങ്കിൽ മുഷിഞ്ഞ വസ്ത്രം ഇട്ട് നിൽക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. ആ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് കാണുന്നത്. ഇവളെന്താ ഇപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് എന്ന്. പക്ഷേ എൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ 1 ലക്ഷം പേരുടെ മുന്നിൽ അല്ലെങ്കിൽ 2 ലക്ഷം പേരുടെ മുന്നിൽ നിന്നിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് കുറച്ച് നീറ്റും വൃത്തിക്കും വേണ്ടേ വരാൻ. അതുകൊണ്ട് മാത്രമല്ല എനിക്ക് ഒരിക്കലും റെഡി ആവാതെ കിച്ചണിലേക്ക് കയറി പിന്നെ ലാസ്റ്റ് റെഡി ആവുന്നത് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡ്രസ്സ് ചെയ്ത് ഒക്കെ വന്ന് നിൽക്കുന്നത്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കുക്ക് ചെയ്തിട്ട് ഭയങ്കര സ്മെല്ലായിട്ട് വരുന്നു എന്ന് അങ്ങനെ ഉണ്ടെങ്കിലും അവർ പറയില്ലായിരിക്കും. പക്ഷെ എങ്കിൽ പോലും ഞാൻ ശരിക്കും സീരിയസ് ആയിട്ട് ചോദിച്ചോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. ഞാനിങ്ങനെ ഒരുപാട് മസാല ഇട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ കുക്ക് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇത് വന്നിട്ട് ഗ്രീൻ പീസാണ്. ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ കുക്കിംഗ് നിങ്ങളെ കാണിക്കാനും വേണ്ടിയിട്ടല്ല വന്നത്. എനിക്കിങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കാം. പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നു എന്നൊരു തൃപ്തി എനിക്ക് വേണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ചിലർ പറയുന്നു വീഡിയോയ്ക്ക് വേണ്ടി
മാത്രമാണ് കാണിക്കണത് എന്നുള്ളത്. തിന്നണ്ടേ? എനിക്ക് പോകണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടേ പറ്റുള്ളൂ. ആ സംഭവം ഞാൻ വീഡിയോ ആക്കി എടുക്കുന്നു, നിങ്ങളിലേക്ക് കാണിക്കുന്നു. കുറച്ച് പേർക്കെങ്കിലും ചെറിയൊരു ഇൻസ്പിറേഷൻ ആവൂലേ? നമ്മളെക്കൊണ്ട് ജീവിതത്തിൽ ഒന്നും സാധിക്കില്ല, നമ്മുടെ ലൈഫ് ഇപ്പോൾ കുട്ടിയും മക്കളും മാത്രമായിട്ട് അങ്ങനെ പോകേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന എത്രയോ പേർക്ക് ഒരു മോട്ടിവേഷൻ ആവില്ലേ നമ്മളെക്കൊണ്ടും സാധിക്കും എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാമല്ലോ. എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ അതിൽ എന്ത് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും, എന്നിട്ട് എങ്ങനെ അവരെ ഹേർട്ട് ചെയ്യാൻ പറ്റും, വേദനിപ്പിക്കാൻ പറ്റും എന്ന് റിസർച്ച് ചെയ്ത് വരുന്ന പോലെ ഉണ്ടാവും ചിലരുടെ കമൻസ് കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത്. എന്താണ് മനുഷ്യന്മാരിങ്ങനെയെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ റനക്കുട്ടി ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്, അമ്മി ചിന്തിക്കുന്ന പോലെ തന്നെ എല്ലാവരും ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള കഴിവുണ്ട്. ചിലവർക്ക് മറ്റുള്ളവർ നന്നാവണം കാണുമ്പോൾ ഇങ്ങനെ പറയും എന്ന്. ഞാൻ ഒരിക്കലും ഒരാളുടെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാം, പക്ഷേ ഇതെന്തോ ഒരു മറ്റുള്ളവർ നല്ലത് പറയുന്നത് പോലും സഹിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ നുണ പറഞ്ഞിട്ട് എന്തിനാ അങ്ങനെ. മുട്ടൻ്റെ പാത്രം ഇത് വന്നിട്ട് അടുപ്പിൽ വെച്ചാലും പൊട്ടാത്ത ഗ്ലാസ്സില്ലേ, അതാണ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ടാവുമല്ലോ, നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നല്ലൊരു ക്യൂട്ട് ലുക്കായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പാത്രം വാങ്ങിച്ചത്. പിന്നെ ഇത് വന്നിട്ട് എന്തെങ്കിലും കുട്ടി സാധനങ്ങളാക്കാൻ. നമുക്ക് ചായ വെക്കാം കേട്ടോ. ഒരു ചായപ്പൊടി ഉണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചായപ്പൊടിയാണ് കാണിച്ചു തരാം. ഇത് പരസ്യമായിട്ട് കണക്കാക്കണ്ട. ഞാൻ മുമ്പ് തൃശ്ശൂരിൽ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നില്ലേ, അവരവിടെ നിന്ന് വാങ്ങിച്ച ഹെർബൽ ടീ ആണ്. നല്ല സംഭവമാണ്. അവിടെ ഞാൻ കുടിച്ച് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല ഹെൽത്തിന് നല്ലതാണ്. ആയുർവേദ ഡോക്ടർ ഉണ്ടാക്കുന്നതാണ്. ആ വീഡിയോ കുറേ പേര് കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണണം. ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. നമുക്ക് ഉപകാരപ്പെടും, എന്തായാലും ഉപകാരപ്പെടും. അവരുടെ ഈ മുക്കുറ്റുലേഹിയൊക്കെ ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ചായ ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. ഈ പൗഡറിൽ ഞാൻ നോർമൽ ചായ കുടിക്കാറില്ല കേട്ടോ. ഈ നമ്മുടെ ചായപ്പൊടി ഇട്ടിട്ടുള്ള ചായ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ കുടിച്ചിട്ടില്ല, എനിക്കിഷ്ടമല്ല. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് 2 ഗ്ലാസ് ചായ ഉണ്ടാക്കാം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ വെല്ലം അങ്ങനെ എന്തെങ്കിലും മധുരം ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചായപ്പൊടി മാത്രം ഇടാണ്. ആപ്രോണ് കെട്ടിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ആപ്രോൺ കാണാനില്ലാത്തതല്ല, ഇവിടെ എലി കയറിയിട്ട് അത് കടിച്ച്. ഇനിയിപ്പോൾ പുതിയത് വാങ്ങണം, കെട്ടാട്ടോ. നല്ല അഭിപ്രായങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. വാങ്ങാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഇതിൽ ഒരുപാട് എന്തൊക്കെയോ സംഭവങ്ങൾ ചേർത്തതാണ്. കഫെയിൻ ഇല്ല, ഇമ്മ്യൂണിറ്റി കം എനർജി ബൂസ്റ്ററാണ്. നല്ല അടിപൊളി മണ്ണാണ്. അടുത്തൊരു കാര്യം, നമ്മൾ ഇപ്പം എന്താ പറയുക, ചിലർ ചോദിച്ചു എന്തിനാണ് മറ്റേ ചുരിദാർ, ഇങ്ങനത്തെ ചുരിദാർ ഇട്ടിട്ട് 5 മക്കളുടെ തള്ളയാണെന്ന് പറയാതിരിക്കാനും, അല്ലെങ്കിൽ 5 മക്കളുടെ തള്ളയാണെന്ന് അറിയേയില്ല എന്നുള്ള കമൻറ്റ് കേൾക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു, അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്, നമ്മൾ നമ്മുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞപ്പോൾ എന്ത് മേക്കപ്പ് ഇട്ടിട്ട് ഇടുന്നതാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ശരീരം മൊത്തം നമുക്കൊരിക്കലും മേക്കപ്പ് ഇടാൻ പറ്റില്ല. ഈ മേക്കപ്പ് എന്ന് പറഞ്ഞ സാധനം ഒരാളുടെ ഷേപ്പോ രൂപമോ ഒന്നും മാറ്റില്ല. അത് ജസ്റ്റ് നമ്മുടെ സ്കിന്നിനെ ഒന്ന് അയൺ ചെയ്ത് വെക്കുന്ന പോലെ കുറച്ച് നീറ്റായിട്ടിരിക്കുന്ന ഒരു രീതിയിൽ നമ്മൾ ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ശരീരം മൊത്തം മേക്കപ്പ് ഇട്ടിട്ട് നമ്മുടെ ഏജ് മറക്കാൻ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ 5 മക്കളായാൽ അല്ലെങ്കിൽ 1 പ്രസവിച്ചാൽ 2 പ്രസവിച്ചാൽ ഈ ഒരു രൂപത്തിലായിരിക്കണം എന്നുള്ളത് സമൂഹത്തിൽ കുറച്ച് ആൾക്കാർ മാത്രം അതൊരു നിയമമാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആയാൽ മതി ഒരു പെണ്ണ് എന്നുള്ളത്. അങ്ങനെ അല്ലാന്ന് എന്തുകൊണ്ട് നമുക്ക് കാണിച്ചു കൊടുത്തുകൂടാ? എൻ്റെ നെഗറ്റീവ്സൊക്കെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് പറയുന്നവർ എന്തുകൊണ്ട് പോസിറ്റീവ്സ് ഇൻഫ്ലുവൻസ് ചെയ്യട്ടെ എന്ന് ചിന്തിക്കുന്നില്ല? നമ്മുടെ ശരീരം ഹെൽത്തി ആൻഡ് ഫിറ്റാക്കി വെക്കേണ്ടത് നമ്മുടെ അവകാശമാണ്. അതിന് അത്യാവശ്യം നല്ല പാടുപെടണം. ഒരു സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞാൽ ഈ രൂപത്തിലാവാൻ പാടുള്ളൂ എന്ന് എന്തോ നിയമം ഉള്ള പോലെ. 5 മക്കളെ പെറ്റില്ലേ, ഇനിയെങ്കിലും നിനക്ക് അങ്ങനത്തെ വസ്ത്രങ്ങൾ, അതായത് എനിക്ക് 5 മക്കളുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വയസ്സായി എന്ന് എനിക്ക് അറിയിക്കുന്ന രീതിയിലേക്ക് വസ്ത്രധാരണം ധരിക്കണം എന്ന് ചിലർ ആഗ്രഹിക്കുന്ന പോലെ. ശരിക്കും അത് ഒരു നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിനെ വയലേഷൻ ചെയ്യുന്നതല്ലേ അങ്ങനത്തെ ഒരു സംഭവം. അത് ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യങ്ങളും ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല നമ്മൾ വസ്ത്രം ധരിക്കുന്നത്. ഇനി ഒരു കാര്യം എന്ന് പറയുമ്പോൾ, എനിക്കൊരു 25 വയസ്സിൽ വിവാഹം കഴിക്കുന്ന എത്രയോ മുസ്ലിം ലേഡീസ് ഉണ്ടല്ലോ, ഹിന്ദുസിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്കൊരു 25 വയസ്സിലാണ് കല്യാണം കഴിഞ്ഞതെന്ന് വിചാരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എനിക്കിപ്പോൾ ഒരു സ്റ്റവ് മാത്രം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നും നടക്കുന്നില്ല, പണികളൊന്നും നടക്കുന്നില്ല. ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് വിചാരിക്കരുത്, ചെറുതായിട്ടാണ്. കാരണം എനിക്ക് മറ്റുള്ളവരുടെ അവകാശങ്ങളുടെ പുറത്ത്
വേറെ ആൾക്കാർ കൈകടത്തുന്നത് തീരെ ഇഷ്ടമല്ല. അത് എൻ്റേന്ന് മാത്രമല്ല, ആരാണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു വിഷമം എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഒരു 25 വയസ്സിൽ ഞാൻ വിവാഹം കഴിച്ച ഒരു പെണ്ണാണെങ്കിൽ ഒരു 2-3 കൊല്ലം ഞങ്ങൾ ഭാര്യയും ഭർത്താവും അടിച്ചു പൊളിച്ച് മക്കളൊന്നും വേണ്ട എന്നൊക്കെ വിചാരിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച് അങ്ങനെ ഒരു 4-5 കൊല്ലത്തിന് ശേഷം എനിക്കൊരു കുട്ടി ഉണ്ടായെന്ന് വിചാരിക്കുക. ഒരു 29 വയസ്സിലൊക്കെ ഒരു കുട്ടി പ്രഗ്നൻ്റ് ആവുന്നു. ഞാൻ 30 വയസ്സിൽ ഞാൻ പ്രസവിക്കുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ടാവും? എത്രയുണ്ടാവും? 5 വയസ്സോ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ പറയുമോ? ഇപ്പോൾ എനിക്ക് ടീനേജ് പ്രായത്തിലൊരു കുട്ടി ഉണ്ടെങ്കിൽ ഞാൻ അതിൽ പ്രൗഡാണ്. എനിക്ക് 5 മക്കളുണ്ട് എന്ന് പറയുന്നതിൽ 5 മക്കളുണ്ടായിട്ടും ഞാനിങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് പ്രൗഡാണ്. അതങ്ങനെ ആരെങ്കിലുമൊക്കെ എന്നെ പറയണമെന്ന് വിചാരിച്ചിട്ട് എന്തിനാ മറ്റുള്ളവർക്ക് ഇത്ര വിഷമം എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. എല്ലാവരും ഇഷ്ടപ്പെട്ട രീതിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരം നല്ല രീതിക്ക് നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിലും സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണത്. എത്ര പേർക്ക് ആഗ്രഹം ഉണ്ടാവും നമ്മൾ ഫിറ്റായിരിക്കണം, നല്ല രീതിക്ക് ഇരിക്കണം എന്ന്? ആരെങ്കിലും നമ്മൾ മോശമാണെന്ന് പറയാൻ ആഗ്രഹിക്കുമോ? എന്നെ ആരെങ്കിലും ഇതുപോലെ നല്ലത് പറയുമ്പോൾ ഒബ്വിയസ്ലി എനിക്ക് സന്തോഷം ഉണ്ടാവും. അത് മനുഷ്യ സഹജമല്ലേ. അതിനും കുറേ പേർക്ക് ബുദ്ധിമുട്ടാടോ. എന്താടോ ഇങ്ങനെയൊക്കെ? നന്നാവൂ, ലവ് സ്പ്രെഡ് ചെയ്യൂ. പിന്നെ ഒരു കാര്യം ഓപ്പണായി പറയട്ടെ, നമ്മുടെ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് ഈ ഒരു ഇടങ്ങേറ് ഏറ്റവും കൂടുതലുള്ളത്. പുറത്തുനിന്ന് ഒരാൾ വരുന്ന സമയത്ത് എന്തിനും ഏതിനും കുറ്റം പറയുന്ന നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ കമൻസ് കാണുമ്പോൾ അവർക്ക് നമ്മുടെ സമുദായത്തിനെ പറ്റിയിട്ട് ഭയങ്കര നല്ലൊരു മതിപ്പായിരിക്കില്ലേ ഉണ്ടാവുന്നത്. ഓടും, എന്താണെന്ന് പോലും അറിയാനുള്ളൊരിതുണ്ടാവില്ല. പിന്നെ ഞാൻ എവിടെയും ഇന്നേ വരെ ആരെടുത്തും ഉപദേശം കൊടുത്തിട്ടില്ല. നമ്മൾ ഫുൾ സ്ലീവ് ധരിക്കൂ, മുടി കാണിക്കാതെ നടക്കൂ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ വസ്ത്രധാരണം എൻ്റെ സ്വാതന്ത്ര്യത്തിൽ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യണമെന്ന് മാത്രം. ആ ഒരു കണക്ക് വെച്ചുകൊണ്ട് ആദ്യം ഇങ്ങനെയായിരുന്നു ഇപ്പം ഇങ്ങനെ അങ്ങനെ എങ്ങനെയെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ഓരോ ജീവിത സാഹചര്യത്തിനനുസരിച്ച് തിരക്ക് പിടിച്ചതിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ മാറിപ്പോവാം. അത് നിങ്ങളാരെയും വേദനിപ്പിക്കുന്നില്ലല്ലോ. ഇപ്പം നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് വെല്ലമിടണം. ഇനി ഈ പറഞ്ഞ എൻ്റെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഇപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തത് നിങ്ങളുടെ മുന്നിൽ ചിരിച്ചിട്ടൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പുറകിൽ ഒത്തിരി പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളും അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകളും ഒന്നും കാണിക്കാതെ പോസിറ്റീവ്സ് മാത്രമായിരിക്കും നിങ്ങൾ കാണുന്നത്. അതുകൊണ്ടായിരിക്കും ഇവൾ അങ്ങനെ സുഖിക്കണ്ട, അങ്ങനെ ഇപ്പോൾ സന്തോഷിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. യെസ്, നിങ്ങൾ ജയിച്ചു, എനിക്ക് വേദനിച്ചു. ഞാൻ ഓപ്പണായിട്ട് പറയാം, എനിക്ക് വേദനിച്ചു, അത് സത്യമാണ്. എനിക്ക് വിഷമം ഉണ്ടാക്കി, എല്ലാം സത്യം തന്നെയാണ്. സന്തോഷമായില്ലേ? സന്തോഷിക്കൂ. പക്ഷേ ഞാൻ തോൽക്കൂല. നമുക്ക് വിഷമങ്ങളൊക്കെ ഒബ്വിയസ്ലി നമുക്ക് ഉണ്ടാവും. പക്ഷെ ഒരിക്കലും ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. കാരണം എന്നെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കണപ്പോൾ ഇതുപോലെ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരാണ്. കാരണം അവർ ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ വളർച്ചയിലും. മതി ഇങ്ങോട്ട് വരണ്ട, ഓടിയാവുന്നു. ആദ്യം പോയി പല്ലേക്ക്. എനിക്ക് എന്തൊക്കെയോ പറയണം, പോടി നടന്ന്. അപ്പം ഞാൻ എന്നിട്ട് ഒന്നും കുക്കും ചെയ്തില്ല. അതാ രസം. ഇങ്ങനെ വളവളാന്ന് സംസാരിക്കല്ല, അതൊന്നും ചെയ്തിട്ടില്ല. ആരെയും തല്ലാൻ പറ്റൂല, പടച്ചോൻ തല്ലിക്കൊട്ടെ വരെ, അല്ലാതെ എന്താ പറയാൻ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ എന്തോ പറഞ്ഞു വന്ന് ഇവിടെ വന്ന് എല്ലാം കോളാക്കി. അല്ല റന, ഇവരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നല്ല കമൻസ് വരുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റണില്ല. ഒരു ലേഡി കമൻ്റ് ഇട്ടിരിക്കുകയാണ്, നമ്മുടെ വീട്ടിലേക്ക് മിഞ്ഞാന്ന് വന്നത്രേ. വന്നിട്ട് ഇവിടെ സാരി എടുത്തൊരു ലേഡി ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ. അവരാണ് സിലുവിൻ്റെ വീട്ടിലെല്ലാം ചെയ്യുന്നത്. മീൻസ് അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു പണിയും ചെയ്യുന്നില്ല എന്ന്. ഈ രാവിലെ കാണുന്ന സംഭവമൊക്കെ ആകാശത്തു നിന്ന് ഇങ്ങനെ ഇടിഞ്ഞ് പൊട്ടി വീണ പോലെ അവരുദ്ദേശിക്കണോ. നല്ല കഷ്ടമുണ്ടോ, ഇതൊരു സംഭവമായി കിട്ടി. ഞാൻ നെഞ്ചടിച്ച് ബേജാറടിച്ച് ഇവിടുന്ന് കോളേജ് എത്തി. അവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് ക്ലാസ്സിൻ്റെ ഇടയിൽ എൻ്റെ കുട്ടികളെ എന്ത് ചെയ്യണം, ഇച്ചുകുട്ടി എന്ത് ചെയ്യണം, അവൾ ഉറങ്ങിയോ, അവൾ കഴിച്ചോ. ഇതിൽ ഇനിയൊരു കാര്യം എന്ന് പറയുമ്പോൾ 12 മണി വരെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. അത് എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കണമല്ല, ഓൾറെഡി അങ്ങനെയാണ്. 12 മണി വരെ ആൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആ സമയം ഇക്കുണ്ട്. അതിന് ശേഷം എന്ന് പറയുമ്പോൾ 1 മണിക്ക് അവൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങി എണീക്കുമ്പോൾ 3:30-4 മണി എങ്ങനെയും കഴിയും. 3:30 എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു വരും. ബാക്കിയുള്ള കുട്ടികൾ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരും. അപ്പോൾ ഇവൾക്ക് എൻ്റെ ആ ഒരു പ്രസൻസ് ഇല്ലായ്മ അധികം അങ്ങോട്ട് അനുഭവപ്പെടില്ല. ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഞാനിതൊക്കെ ക്ലാസ്സിലേക്ക് പോകാൻ തീരുമാനിച്ചത്. 1 വർഷം കഴിഞ്ഞാൽ ആളെ പ്ലേ സ്കൂളിൽ ചേർത്താനും ആയി. അപ്പോൾ എന്തിനും നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം? അതിൻ്റെ ആവശ്യമില്ലല്ലോ.
നേരത്തെ കല്യാണം കഴിച്ചു 5 മക്കളുടെ തള്ളയായി, ഇനി അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് പറയുന്നവർ നിങ്ങളുടെ വീട്ടിലുള്ളവർ അങ്ങനെ ജീവിച്ചോട്ടെ. വൈ എൻ്റെ കാര്യത്തിൽ ഞാൻ അനുഭവിക്കുന്ന എൻ്റെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഫ്രസ്ട്രേഷൻ ഒക്കെ മാറുന്നത് സീരിയസ്ലി പറഞ്ഞാൽ കമൻസ് വായിച്ചിട്ട് കുറേ നല്ല കമൻസാണ്, ഭയങ്കര സന്തോഷം തോന്നും. കാരണം നമ്മളെടുക്കുന്ന എഫേർട്ടിന് ഒരുപാട് നല്ലത് പറയാൻ ആരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അല്ലാതെ കമൻറ്റ് ബോക്സ് ചിലർ ചോദിക്കുന്നുണ്ടോ നിന്നെ പുകഴ്ത്താൻ മാത്രമുള്ളതാണോ എന്ന രീതിയിൽ ആരെങ്കിലും നമ്മളെ കുറ്റം പറയുന്നത് ഇഷ്ടപ്പെടുമോ? ഞാൻ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതല്ലേ ഫാക്റ്റ്. കുറ്റം പറഞ്ഞോളൂ, അക്സെപ്റ്റ് ചെയ്യുന്നത് ഞാൻ മാക്സിമം നല്ല രീതിക്ക് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു അവകാശവും ഇല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നുണകൾ പറയുമ്പോഴും ഹേർട്സ്. നിങ്ങളുടെ ആവശ്യം അതാണ്. പക്ഷേ ഞാൻ തോൽക്കൂല. കാരണം ഇതല്ല, ഇതിൻ്റെ അപ്പുറം കണ്ട് വന്ന ആളാണ് ഞാൻ. എന്നെ കുറച്ചും കൂടെ നിങ്ങൾ ഉയരത്തിലേക്ക് എത്തിക്കാൻ മോൾഡ് ചെയ്യുന്നു. ഇതിനേക്കാളും വലിയ വലിയ സംഭവങ്ങൾ വരുമ്പോൾ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ മാത്രമല്ല, എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേർക്ക്. പക്ഷെ ഏറ്റവും സങ്കടമുള്ള കാര്യം എന്താണെന്ന് പറയുമ്പോൾ ദീനിൻ്റെ പേരും പറഞ്ഞിട്ടാണ് നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. അതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. ഞാൻ പേഴ്സണൽ ലൈഫ് പബ്ലിക്ക് കാണിക്കുന്നുണ്ട്, പക്ഷെ എല്ലാം ഞാൻ കാണിക്കുന്നില്ല, എല്ലാ കാര്യം ഞാൻ പറയുന്നുമില്ല. ഇന്നലെ നമുക്ക് ഇവിടെ ബിരിയാണി ആയിരുന്നു. കുട്ടികളൊക്കെ ഉള്ള ദിവസമല്ലേ, അതായത് ഞായറാഴ്ച. ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച ആണ് ഷൂട്ട് ചെയ്യുന്ന ദിവസം തന്നെ അല്ല നമ്മൾ വീഡിയോ ഇടുന്നത്. നമ്മൾ ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അതാരും ഇനിയിപ്പോൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, ഷൂട്ട് ചെയ്ത ദിവസം തന്നെയാണോ വീഡിയോ വരുന്നത് എന്ന രീതിക്ക് അല്ല. ചിലർ ചോദിച്ചു റനാൻ്റെ ഡ്രസ്സ് കുത്തിത്തിരിക്കി കയറ്റിയതാണോ 5 മക്കളുടെ തള്ളയാണെന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടെന്ന്. ബ്ലാക്ക് ഡ്രസ്സ്, ആ ഡ്രസ്സ് ഓൾറെഡി കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സ് ആർക്കെങ്കിലും അങ്ങനെ എൻ്റെ ഡ്രസ്സ് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് സ്വീകരിക്കുന്നു. പക്ഷെ ഒരു കാര്യം മാത്രം ചെയ്യണം, എനിക്ക് ഡ്രസ്സ് എടുത്ത് അയച്ചു തരണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രസ്സ് ഏതാണോ ഞാൻ ഇടേണ്ടത് അതെടുത്ത് അയച്ചു തന്നാൽ മതി. ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എന്നിട്ട് ഒരു പ്രാവശ്യം ഇട്ട് നിങ്ങളെ സന്തോഷിപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ട്രസ്റ്റിലേക്ക് അത് ഡൊണേറ്റ് ചെയ്യുന്നതായിരിക്കും. സന്തോഷമല്ലേ, സമ്മതമില്ലേ? പിന്നെ പറയുമ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇവിടെ വെസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. എൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ എൽ അല്ല, എസ് അല്ല, എക്സസ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്മോളിനേക്കാളും ചെറുത്. ആ ഒരു ഡ്രസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്ട്രക്ചർ കാണിച്ച ആൾക്കാരെ വികാരഭരിതമാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ചെയ്യില്ല. എങ്ങനെ ഇടുക? ഇനിയുണ്ട് കുറേ സ്ഥലം. ഇതാ എനിക്ക് പ്രമോഷൻ വന്ന ഒരു ഡ്രസ്സാണ് ആ ഒരു ബ്ലാക്ക് ഡ്രസ്സ് എന്ന് പറയുന്നത്. ആ ഡ്രസ്സ് എങ്ങനെയാണോ വന്നത് അങ്ങനെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഞാൻ അതിൻ്റെ കൂടെ വന്നൊരു ഡ്രസ്സിൻ്റെ എടുത്തിട്ട് പോവാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സും ആ ഒരു ഡ്രസ്സും ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതാണ്. ഇതിൻ്റെ സ്ലിറ്റ്, അതായത് സൈഡ് ഓപ്പൺ എന്ന് പറയുന്നത് വേണമെങ്കിൽ അവർ കക്ഷത്തുനിന്ന് വെക്കും. ഞാൻ വെച്ചതല്ലോ, ഇതിവിടെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇതെനിക്കിടാൻ ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇതെന്തിനാണ് ഞാനിപ്പോൾ പറയണമെന്നറിയോ? പിന്നു കുത്തി വെച്ച് ഞാൻ ചെയ്തൊരു പണിയാണ്. ടൈം കണ്ട ഓട്ടേ പുതിയ ഡ്രസ്സാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ബാക്ക് ഇങ്ങനെ കാണുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ ഇഷ്ടം, ഓക്കെ, എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട്, അല്ലാതെ ആരും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അങ്ങനെ നാശമായി ഈ ഒരു ഡ്രസ്സ്. ആ ബ്ലാക്കിൽ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ചന്തി ഇങ്ങനെ കാണിക്കും. ഞാൻ ഇത്ര ഓപ്പണായിട്ട് പറയണമെന്ന് പറഞ്ഞാൽ തല മറയ്ക്കാം, മുടി മറയ്ക്കാം, ചന്തി കാണിക്കാം എന്നൊരു കമൻറ്റ് വന്നു. ഞാൻ അങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്. ഇസ്ലാമിൽ ഇങ്ങനെ ഓപ്പണായിട്ട് ദീനിൽ വേറൊരാളുടെ ചന്തി ഇങ്ങനെയൊക്കെ പറയാമല്ലേ. എൻ്റെ ഡ്രസ്സിങ്ങാണ് പ്രശ്നം. അതിൽ വന്നിട്ട് എൻ്റെ കാല് കാണുന്നു എന്നുള്ളതാണ് വിഷയം. ടൈറ്റായിട്ട് കാല് കാണുന്നു എന്നുള്ളതാണ് വിഷയം. ആക്ച്വലി നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അത് റെഡിമെയ്ഡാണ്. ഇതിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ മുഴച്ചിങ്ങനെ കാണിക്കും. എനിക്കതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് സ്റ്റിച്ച് ചെയ്യാത്തത്. പിന്നെ കുത്താനും പറ്റില്ല, അതങ്ങനെയാണ്. പിന്നെ ഞാൻ അധികം ഡ്രസ്സുകൾ അങ്ങനെ പൈസ കൊടുത്ത് എടുക്കാറില്ല. ബിക്കോസ് എനിക്ക് ആ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതുപോലെ ജീവിച്ചുകൊണ്ട് ഞാൻ ഈ 5-6 വർഷത്തിൽ എൻ്റെ ഹസ്ബൻഡിന് കുറേ കടങ്ങളുണ്ടായിരുന്നു. എനിക്ക് കടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് പറയുമ്പോൾ ഇനി ഹസ്ബൻഡിനെ കൊച്ചാക്കിയെന്ന് പറഞ്ഞിട്ട് ചിലർ പറയും. അതെന്താ, ഈ 5-6 വർഷം ഞാൻ എൻ്റെ കണ്ണും മറ്റതും മറിച്ചതൊക്കെ നാശാക്കിയിട്ട് കഷ്ടപ്പെട്ട് കുറേ കാലം കഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആൾക്കൊരു ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറയാനുള്ള അവകാശം പോലും എനിക്കില്ലേ? ഞാൻ ചെയ്തു എന്ന് പറയരുതെന്നാണ് ചിലർ പറയുന്നത്. എന്തത് ഇങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി? ഇതും
മുസ്ലിം സമുദായത്തിലെ കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കുറച്ച് അധികം ഉണ്ടായിരുന്നു. അത് തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സ്വന്തമായിട്ട് വസ്ത്രങ്ങളെടുത്ത് അങ്ങനെ പൈസ കളയാറില്ലായിരുന്നു. കോസ്മെറ്റിക്സ് വാങ്ങിയിട്ട് പൈസ കളയാറില്ലായിരുന്നു. എനിക്ക് എന്താണോ പ്രൊമോഷൻ വരുന്നത് അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് ഇട്ട ഡ്രസ്സ് തന്നെ അടുത്ത വീഡിയോയ്ക്ക് ഇടാറില്ല. പക്ഷെ ഞാൻ ഇട്ട് പഴകി ചപ്പായ എത്രയോ ഡ്രസ്സുകൾ വീണ്ടും 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 ഞാൻ ഇടുന്നത് നമ്മുടെ വ്ളോഗിൽ കാണുന്ന ആൾക്കാർ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വന്ന ഡ്രസ്സുകൾ ഞാൻ ഇട്ടു എന്ന് മാത്രം. എന്ന് വെച്ചിട്ട് ഞാനൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എൻ്റെ ചന്തി കാണണം എന്നൊരു ഉദ്ദേശത്തോടു കൂടെ ഇത്രയ്ക്ക് സ്ലിറ്റ് വെക്കാറില്ല. അത് നിങ്ങളെ ആരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, എനിക്ക് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എൻ്റെ കുട്ടി എണീറ്റ് ഇതിൻ്റെ ഇടയിൽ ഇതുപോലെ പല സംഭവങ്ങളും നടക്കും. അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കാറില്ല. അതിനുള്ള സമയം നമുക്കില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷിക്കണ്ട. ഇവള് ഭയങ്കര സുഖലോലുപതിയിൽ ജീവിക്കുകയാണ്, അങ്ങനെ ഇപ്പോൾ ജീവിക്കണ്ട, അവൾക്ക് നല്ലതൊന്നും ആരും പറയണ്ട എന്ന് വിചാരിക്കണ്ട. ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. അത് കേട്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ. പക്ഷെ ഞാനത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം നമുക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. നല്ല കഷ്ടപ്പെട്ടാലേ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതെന്തിനപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സംതൃപ്തിയും ആത്മസുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ആത്മസുഖത്തോടെ ജീവിക്കൂ. നാലാലേടി എന്തിനാ ഇങ്ങനെ ഇത്ര വലിയ നുണ പറഞ്ഞത് ഇല്ലേ? ഞാൻ അതാ ചിന്തിക്കുന്നത്. എൻ്റെ വീട്ടിലേക്ക് വന്നു, അവരുദ്ദേശിക്കുന്ന ആരും നല്ലത് പറയണ്ട എന്നതാണ്. ഒരാൾ അധ്വാനിച്ച് എന്തെങ്കിലും നേടിയെടുക്കുന്നുണ്ടെങ്കിൽ അതെന്തിനാ അങ്ങനെ തടയാൻ നിൽക്കുന്നത്? ഇതിനു മുമ്പ് വേറൊരു ലേഡി ഉണ്ടായിരുന്നു, എൻ്റെ പൊന്നോ, അമ്മാതിരി ഉപദ്രവിച്ച ഒരു ലേഡി എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല. എനിക്ക് അവരാരാ എന്താ ഏതാന്ന് പോലും അറിയില്ല. അവർക്ക് ചാനലുള്ളത് തന്നെയാണ്. അവരിതിനേക്കാൾ എന്നെ ദ്രോഹിച്ചിരിക്കണം. ഇപ്പോഴും ഫേക്ക് ഐഡീസിൽ വന്നിട്ട് ഓരോന്ന് പറയും. ഞാൻ അവസാനം ഓപ്പണായിട്ട് ആളുടെ പേര് പറഞ്ഞിട്ട് നീ അല്ലേ എന്ന് പറയുമ്പോൾ ആ കമൻറ്റ് ഡിലീറ്റ് ആക്കി ഓടും. എന്ത് ഇവർക്കൊക്കെ ഞാൻ ദ്രോഹം ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ കുറേ ആൾക്കാർ എന്ത് ചെയ്യാൻ. പക്ഷെ ഇതൊന്നും തന്നെ ഒരാളെ തളർത്തും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. വീണ്ടും വീണ്ടും സ്ട്രോങ് ആക്കിക്കൊണ്ടേ ഇരിക്കുള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു കോഴ്സ് ഞാൻ വെറുതെ ചൂസ് ചെയ്തതല്ലടോ. എൻ്റെ സ്വഭാവത്തിൽ ഭയങ്കര വീക്കായിട്ടുള്ള കുറേ പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സിനൊക്കെ ഞാൻ ചേഞ്ച് ആവണം. സ്വാഭാവികം. ഇനി നിങ്ങൾ എൻ്റെ കുറേ ചേഞ്ചസ് കാണും, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. എൻ്റെ സ്വഭാവത്തിൽ കുറേ ചേഞ്ചസ് എനിക്ക് വരുത്താനുണ്ട്. ബോൾഡ് ആവണം, സ്ട്രോങ് ആവണം, ആർക്കും തല കുനിച്ച് കൊടുക്കരുത്, അങ്ങനെ കുറേ കാര്യങ്ങളും കൂടി ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തത്. അല്ലാതെ വെറുതെ ഒരു ഇതല്ല. ഞാൻ കുറച്ച് ഇത് ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ആരെയും നമ്മൾ നിർബന്ധിച്ച് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചിട്ടോ പ്രയാസപ്പെടുത്തിയിട്ടോ ഒന്നും കാണിക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. ഓരോരുത്തർക്കും അവരുടെ സമയം അത്രയും വിലപ്പെട്ടതാണ്. ആ സമയം കളയുന്നുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി നിങ്ങളുടെ ഒരു അരമണിക്കൂർ കളയുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഉപകാരത്തിലൂടെ ആവണം നിങ്ങൾക്ക് എന്നുള്ളത് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ റെസിപ്പീസ് കാണിക്കുന്നത്. ചില കമൻസ് വരുന്നു, ഇതുപോലെ കുക്ക് ചെയ്യണ കാണുമ്പോൾ തന്നെ ഉണ്ടാക്കാൻ തോന്നില്ല, തിന്നാൻ തോന്നില്ല, ഛർദ്ദിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ആക്ച്വലി നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റ്സിലൊന്നും പോവാത്തത് കൊണ്ടും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫുഡ് കാണാത്തത് കൊണ്ടും തോന്നുന്നതാണ്. ഇവിടെ വീട്ടിലുണ്ടാക്കുന്നത് മാത്രമല്ല ഫുഡ്, പല രാജ്യങ്ങളിലും പല ടൈപ്പ് ഫുഡ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഡിഫറെൻ്റായിട്ട് നല്ലതായിട്ട് തോന്നുന്ന സംഭവങ്ങളാണ് ഞാൻ കൂടുതലും ഉണ്ടാക്കി കാണിക്കുക. അത് ട്രൈ ചെയ്ത് നല്ലതാണെന്ന് പറയുന്ന എത്രയോ പേരും ഉണ്ട്. അപ്പോൾ എല്ലാറ്റിനും ഇങ്ങനെ കുറ്റം മാത്രം കാണുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്, നമ്മളത് അഭിനന്ദിക്കുന്നു. പക്ഷെ ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ റിയാക്ട് ചെയ്യേണ്ടി വരും. കാരണം ഹേർട്ട് ചെയ്യുന്നുണ്ട്. അത് ഹേർട്ട് ചെയ്യലാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ളത് നമുക്കറിയാം. ഒന്ന് സന്തോഷിക്കുക ഹേർട്ടായി എന്നുള്ളത്. പക്ഷെ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഹേർട്ടാവില്ല. കാരണം എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എൻ്റെ കാര്യങ്ങളും കൊണ്ട് മൂവ് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കും, ഒരിക്കലും സ്റ്റോപ്പ് ആവില്ല. പിന്നെ കൂടുതൽ ആൾക്കാരും എന്നെ പല കാര്യങ്ങളിലും വിലയിരുത്തുന്നത് ഒരു സാധാ ഒരു ലേഡി വീട്ടിലുണ്ടാവുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊരു മുൻവിധി കൊണ്ടാണ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. എനിക്കതല്ലാതെ കുറേ കാര്യങ്ങൾ, നിങ്ങൾ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് എൻ്റെ വസ്ത്രധാരണമാണെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും വരുന്നത് കേട്ടോ. അപ്പോൾ പനീർ ഇട്ടു, ഗ്രീൻ പീസ് ഇട്ടു, ഉപ്പിട്ടു, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ
നമുക്കിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുക അല്ലെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം റെഡി. ഇത്ര ദിവസമായിട്ട് എനിക്ക് ഈ കുരുമുളക് പൊടി ഇതൊന്നും ഇതിലേക്ക് ഫില്ല് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. ഞാനൊന്ന് സെറ്റായി വന്നിട്ടില്ല, അതാണ് അതിൻ്റെ ഒരു വാസ്തവം. ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്നു. നിങ്ങൾ കാണുന്നത് ഫുൾ അവിടെ പോയി അടിച്ചു പൊളിക്കണത് അല്ലെങ്കിൽ ഇവിടുന്ന് കുക്ക് ചെയ്തിട്ട് ഓടുന്നത് മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ മാനസികമായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഞാൻ. പക്ഷേ എനിക്ക് അത് സെറ്റാക്കി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അതൊരു ഡീമോട്ടിവേഷൻ ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളത് കാണിക്കാതിരിക്കുന്നത്. പക്ഷെ നമുക്ക് അതിനുള്ള കഴിവുണ്ട്, നമ്മൾ അതിനൊക്കെ റെഡിയായി വരും. ഈസി ആയിട്ട് എന്തെങ്കിലും ലൈഫിൽ കിട്ടുകയാണെങ്കിൽ ഈ ഭൂലോകത്തുള്ള എല്ലാ ആൾക്കാരും എന്തെങ്കിലുമൊക്കെ ആയി മാറണ്ടേ? ഇല്ലല്ലോ. നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പണിയെടുക്കണം, ബുദ്ധിമുട്ടണം, കരയണം, കഷ്ടപ്പെടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കഷ്ടപ്പാടൊക്കെ എനിക്കുണ്ട്. അതിൻ്റെ ഫലമാണ് നിങ്ങൾ ഈ കാണുന്ന നല്ല നല്ല കമൻസ്. അതിന് വേണ്ടിയിട്ട് വിഷമിക്കരുത് കേട്ടോ. വിഷമിക്കുകയാണെങ്കിൽ വിഷമിച്ചോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കമൻസ് ഇടുന്നവർ നല്ലതിടും, അല്ലാത്തവർ ഓൾവേസ് ബൗ ബൗ, അത്രേ ഉള്ളൂ. ആ ഒരു കമൻറ്റ് വന്നൊന്നല്ല, തല മറയ്ക്കാം, മുടി മറയ്ക്കാം, പക്ഷെ ചന്തി കാണിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ചിരി വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ പൊക്കി നോക്കിയോ, സൈഡിൽ നിന്ന് ഇങ്ങനെ കാല് കണ്ട് എന്നുള്ളത് ഓക്കെ, ഇവർ ഡ്രസ്സ് പൊക്കി നോക്കാനുള്ള അവരുടെ ആ ഒരു കഴിവ് ഞാനത് സമ്മതിച്ച് തന്നിരിക്കുന്നു കേട്ടോ. എന്താലേ, എന്ത് അനിയ, ആ ഐ ഡിയുടെ പേര് അനിയ. ഫുൾ നെഗറ്റീവ് ഇടുള്ളൂ, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അല്ലാതെ ഇപ്പം നല്ലതിന് വേണ്ടിയിട്ട് നമ്മളെ പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവർ പോസിറ്റീവ്സും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഒന്നും നമുക്കതൊന്നും വിഷയമല്ല, അവർ സ്നേഹത്തോടെ പറയുന്നതാണ്, ഓക്കെ, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അതല്ലാതെ നെഗറ്റീവ് മാത്രം പറയാനും വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. രാവിലെ വയറ് നിറച്ചും ഫില്ല് ചെയ്ത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമാണ്. പക്ഷേ ഞാൻ നല്ല സുഖമാണ് നമുക്ക്. പക്ഷെ ഞാനുണ്ടല്ലോ അങ്ങനെ കഴിക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ നോർമലായി ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മൾ പ്രത്യേകിച്ച് കെയർ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വളരും, ഇങ്ങനെയല്ല ഇങ്ങനെ വളരും. പക്ഷെ ഞാൻ ട്രൈ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് എന്താ പറയുക, കാണാൻ ഇതുപോലെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് അതിനും കുറ്റം, അതിനും പറയാം കുറ്റം. 5 മക്കളെ തള്ളയിട്ട് നിനക്ക് അങ്ങനെ ജീവിച്ചൂടെ, ഇങ്ങനെ ജീവിച്ചൂടെ? നിങ്ങളെയൊക്കെ പ്ലീസ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ തടി വെക്കണോ? 5 മക്കളുടെ തള്ളയാണെന്ന് കാണുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അറിയുന്ന രീതിയിലേക്ക് വസ്ത്രധാരണം ചെയ്യണോ? എനിക്ക് മനസ്സിലാവണില്ല. അതെൻ്റെ ഹ്യൂമൻ റൈറ്റ്സാണ്. ഞാൻ എങ്ങനെ ഉണ്ടാവണം, ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അപ്പം അത് അങ്ങനെയൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഒരു പെണ്ണാണെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ. അവൾ നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല, അവൾ നല്ല രീതിക്ക് സംസാരിക്കാൻ പാടില്ല. നമ്മൾ തടി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഇവൾ ഭയങ്കര തീറ്റയാണ്, അതുകൊണ്ടാണ് ഇവളിങ്ങനെ തടിച്ചിരിക്കുന്നത്, നിനക്ക് കുറച്ച് ശരീരമൊക്കെ നോക്കിക്കൂടെ, എന്തിനാ ഇങ്ങനെ നടക്കുന്നേന്ന്. മെലിഞ്ഞ് കഴിഞ്ഞാൽ പറയും ഇവൾക്ക് തിന്നാനൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇവൾ എന്താ പറയുക, ഒന്നും ഇല്ലാതെ പട്ടിണി നടക്കുകയാണ്, അവൾക്ക് എന്തോ അസുഖമാണ്, പ്രശ്നമാണ് എന്നുള്ളത് പറയും. കുറച്ച് നല്ല രീതിക്ക് വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഒരു പെണ്ണ് പുറത്തു പോട്ടെ, ഇവൾ നാട്ടുകാരെ കാണിക്കാനാണെന്ന് പറയും. കുറച്ച് നല്ല രീതിക്ക് അല്ലാണ്ട് നടക്കട്ടെ, ഇവൾ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ നടക്കുകയാണ്, കുറച്ച് മെനക്കൊക്കെ ഇത് നടന്നൂടേന്ന് പറയും. നിങ്ങൾ എങ്ങനെയും ജീവിക്കാൻ സമ്മതിക്കില്ല, കാരണം അതാണ് നിങ്ങളുടെ ജോലി. നിങ്ങളെപ്പോലെയുള്ള കുറച്ച് ആൾക്കാർ കേട്ടോ, എല്ലാവരും അല്ല ഞാൻ പറഞ്ഞത്. അവരുടെ മെയിൻ ജോലി എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ എങ്ങനെ ഹേർട്ട് ചെയ്യാം, എന്തൊക്കെ കുറ്റം കണ്ടെത്താം, എങ്ങനെ ജീവിക്കാൻ സമ്മതിക്കാതെ അവരെ ആക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അതിന് ദയവ് ചെയ്ത് ദീനിൻ്റെ കാര്യം എടുത്ത് പുറത്തിടരുത്. ഓക്കെ, ഇപ്പോൾ മറ്റുള്ളവരെ കാണിച്ച് അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല നമ്മൾ നമ്മുടെ ശരീരം നോക്കുന്നതും നല്ല രീതിക്ക് വസ്ത്രധാരണം ചെയ്യുന്നതും. അത് നമ്മുടെ ഇഷ്ടം കൊണ്ടാണ്. തലേ ദിവസത്തെ ബിരിയാണി ഇന്ന് നമ്മൾ ചൂടാക്കി കൊണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നൊരു തള്ളച്ചിയായി കാണണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം, ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഞാൻ ഇന്നോ ഇന്നലെയോ പ്ലാൻ ചെയ്തൊരു കാര്യമല്ല. അതും കൂടെ ഞാൻ പറയാം. എൻ്റെ ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യൂട്യൂബിലേക്ക് വന്നിട്ട് തീരുമാനമെടുത്തൊരു സംഭവമേ അല്ല. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, കൊല്ലങ്ങൾക്ക് മുമ്പേ എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവില്ലേ, ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. അതിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഇങ്ങനെ ഉള്ളത് കേട്ടോ. പിന്നെ ജെനറ്റിക്സും കൂടി ഉണ്ടാവാം. പക്ഷെ ആ ജെനറ്റിക്സിനെ ഇതാക്കുന്ന രീതിയിലേക്ക് മാറും. എപ്പോഴെന്നറിയോ, 30 വയസ്സ് കഴിഞ്ഞാൽ എങ്ങനെയും ബോഡി മാറും. അതിലേക്ക് വിട്ടുകൊടുക്കാതിരിക്കുക. എടോ ഇതെന്തൊരു മണമെന്നറിയാം, ഒട്ടിപ്പൊളിയിട്ടാ,
ഓ മാഷാല്ലാ, നിങ്ങൾ വാങ്ങിച്ചോട്ടാ. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മറ്റേ വീഡിയോ എന്തായാലും പോയി കാണണം. സംഭവം അടിപൊളി. എന്ത് മണമാണ്, ഒരു റിഫ്രഷ്മെൻറ്റ് മണം കേൾക്കുമ്പോൾ തന്നെ.